إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികൾ, പ്രപഞ്ചനാഥനായ സർവ്വതും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റഹ്മാനായ റഹീമായ പടച്ച റബ്ബ്, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തം നഫ്സിനോടും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കുവാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമ്മുടെ കൂടെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, ദുഃഖങ്ങളിൽ നമ്മുടെ കൂടെ ഒരാളുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായേക്കാം. അല്ലെങ്കിൽ പല പ്രയാസങ്ങളിലും, പ്രതിസന്ധികളിലും, ദുഃഖങ്ങളിലുമെല്ലാം മറക്കാനാകാത്ത ചില ആളുകൾ നമ്മളുടെ കൂടെ നിന്ന ഓർമ്മകളും നമുക്കുണ്ടായിട്ടുണ്ടായേക്കാം. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംരക്ഷകനായിക്കൊണ്ട്, നമുക്ക് താങ്ങായിക്കൊണ്ട്, തണലായിക്കൊണ്ട്
ഒരാള് നമ്മളുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധം അത് നമുക്ക് നൽകുന്നത് വലിയ ആശ്വാസമാണ്, വലിയ ധൈര്യമാണ്. സാമ്പത്തികമായി നമ്മൾ പ്രയാസങ്ങളിൽ മുന്നിട്ട് നിൽക്കുമ്പോ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നമ്മളോട് പറയാണ്, നമ്മളുടെ ഒരു സഹോദരൻ എന്ത് പ്രയാസം നിങ്ങൾക്കുണ്ടെങ്കിലും അത് നീ എന്നോട് പറഞ്ഞുകൊള്ളുക. എത്ര ധനമാണോ നിനക്ക് വേണ്ടത് അത് ഞാൻ നിനക്ക് തന്നുകൊള്ളാം എന്നൊരു വാക്ക് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ നമുക്കുണ്ടാകുന്നത് വല്ലാത്തൊരു സമാധാനമാണ്, ആശ്വാസമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലെ ഏതേത് സാഹചര്യങ്ങളിലേക്ക് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ കൂടെ സംരക്ഷകനായിക്കൊണ്ട് ഒരാളുണ്ട് എന്നുള്ള ഒരു ബോധം, ഒരു വിശ്വാസം നമുക്ക് നൽകുന്നത് അത് വല്ലാത്ത ഒരു സമാധാനമാണ്. മറ്റുള്ള ഈ ദുനിയാവിലെ മനുഷ്യരിൽ നിന്ന് വിശ്വാസികളെ വ്യതിരക്തമാക്കുന്നത്, വ്യത്യാസമാക്കുന്നത് ആ വിശ്വാസമാണ്. എന്താണ് ആ വിശ്വാസം? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏതേത് ഘട്ടങ്ങളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, അവിടെയെല്ലാം അവന് സംരക്ഷകനായിക്കൊണ്ട്, അവന് താങ്ങായിക്കൊണ്ട്, അവന് തണലായിക്കൊണ്ട് അവനെ സൃഷ്ടിച്ച റബ്ബ് അവന്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം. ആ വിശ്വാസം ഒരു മുഅ്മിനിന്റെ ഹൃദയങ്ങളിലേക്ക് വരുന്നതോടുകൂടി അവന്റെ പ്രയാസങ്ങളെല്ലാം ഒരു പ്രയാസങ്ങളല്ലാതായി മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം ഒരു മുഅ്മിനിന് നയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ സൂറത്തുൽ ഹദീദിൽ പറഞ്ഞത് നമ്മൾ നോക്കൂ. അല്ലാഹു പറയാണ്, വഹുവ മഅകും ഐനമാ കുൻതും. നമ്മൾ എവിടെയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ കൂടെ ഉണ്ടാകും, നമ്മളുടെ കൂടെയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത് നമുക്ക് കാണാം. വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹു എല്ലാം അറിയുകയും അതുപോലെ തന്നെ എല്ലാം കാണുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഏതേത് സാഹചര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസം, ആ ഒരു യഖീൻ, ആ ഒരു സത്യസന്ധത, ആ ഒരു സത്യം, ആ ഹഖ് അത് മനസ്സിലാകുന്നതോടുകൂടി നമ്മളുടെ ജീവിതം അത് കൂടുതൽ എളുപ്പമായി കൊണ്ട് മുന്നോട്ട് പോകും എന്നതാണ്. ചരിത്രത്തിലേക്ക് മുൻഗാമികളായ പ്രവാചകന്മാരുടെ, സ്വഹാബികളുടെ ചരിത്രത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ഉത്തമമായ ഉദാഹരണങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം ഇതിന് പാഠമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നത് നമുക്ക് കാണാം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം ആരാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉപ്പ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉപ്പ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ഇസ്ഹാഖ് നബിയുടെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ ആ ഒരു വലിയ പ്രവാചക പരമ്പരയിലുള്ള ഒരു പ്രവാചകൻ യാക്കൂബ് നബിയോട് അദ്ദേഹത്തിന്റെ മക്കൾ വന്നുകൊണ്ട് പറയുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖാല ഹൽ ആമിൻകും അലൈഹി ഇല്ലാ കമാ ആമിൻതുകും. അദ്ദേഹത്തിന്റെ മക്കൾ ആദ്യം തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ മക്കൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ആദ്യം തന്നെ ആ യാക്കൂബ് നബിയിൽ നിന്ന് കൊണ്ടുപോയി കാട്ടിൽ കളയുന്ന ഒരു ചരിത്രം നമുക്കറിയാം. അങ്ങനെ ഒരു മകൻ നഷ്ടപ്പെട്ട വല്ലാത്ത വേദനയിലാണ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉള്ളത്. ചെറുപ്രായത്തിൽ തന്നെ യൂസുഫിനെ അദ്ദേഹത്തിന് നഷ്ടമായി. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി കണ്ണിന്റെ കാഴ്ചയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു വൃദ്ധനായി. അങ്ങനെ വൃദ്ധനായിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് സഹോദരന്മാർ പിന്നെയും വന്നുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെയും ഒരല്പം ഇഷ്ടമുള്ള മറ്റൊരു മകനാണ് ബിന്യാമീൻ. ആ ബിന്യാമീനെ കൊണ്ടുപോകണം എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുന്നത്. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുന്നത്, ഖാല ഹൽ ആമൻകും അലൈഹി ഇല്ലാ കമാ ആമിൻതുകും. നിങ്ങളുടെ സഹോദരൻ യൂസുഫിന്റെ കാര്യത്തിൽ നിങ്ങൾ അന്ന് പറഞ്ഞ
പറഞ്ഞത് അതുപോലെ ഇപ്പോഴും നിങ്ങളെ ഞാൻ വിശ്വസിക്കണമോ എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിക്കുന്നത് നമുക്ക് കാണാം. എന്നിട്ട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളോട് പറയുന്നത് നമുക്ക് കാണാം. ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ, എന്നാൽ സംരക്ഷകനിൽ ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നത് അത് അല്ലാഹുവാണ്. വഹുവ അർഹമുർ റഹീമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണാവാരിധിയും അത് അല്ലാഹുവാണ് എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മകനെയും പിച്ചി ചീന്തി കൊണ്ടാൻ പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ, അതൊരു മറ്റൊരു കഥയാണ്. ആ ഒരു സാഹചര്യത്തിലും അദ്ദേഹം അല്ലാഹുവിൽ തവക്കുൽ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് എല്ലാത്തിനും മുകളിൽ സംരക്ഷകനായിട്ടുള്ളത് അത് അല്ലാഹുവാണ് എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ചരിത്രം നമുക്ക് നോക്കാം. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫിർഔനിന്റെ മുമ്പിലേക്ക് കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ ഫിർഔനിനോട് അല്ലാഹുവിലേക്കുള്ള ക്ഷണങ്ങൾ നിങ്ങൾ നടത്തണം, തൗഹീദിലേക്ക് നിങ്ങൾ ക്ഷണിക്കണം എന്ന് മൂസാ നബിയോടും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂനോടും പറയുന്ന സാഹചര്യം ഖുർആനിൽ നമുക്ക് കാണാം. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം അല്ലാഹുവിനോട് പറയുന്ന ചില വാക്കുകൾ നമുക്ക് കാണാം. ഖുർആനിലൂടെ അദ്ദേഹം പറയുകയാണ്, ഖാല റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ഗാ. പടച്ച റബ്ബേ, ഫിർഔൻ എന്നുള്ളത് ധിക്കാരിയാണ്, സ്വാച്ഛാധിപതിയാണ്. ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. അത്രയും ധിക്കാരിയായ ഒരു മനുഷ്യന്റെ, അവിവേകിയായ ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോ പടച്ച റബ്ബേ, റബ്ബനാ ഇന്നനാ നഖാഫു, ഞങ്ങളിതാ ഭയപ്പെടുന്നു, അൻ യഫ്റുത അലൈന, അവിവേകത്തോടുകൂടി, ഔ അൻ യത്ഗാ, അവന്റെ ആ അവിവേകം അവൻ പ്രവർത്തിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു അക്രമം പടച്ച റബ്ബേ ഞങ്ങളുടെ മേലെങ്ങാനും അവന് പ്രവർത്തിക്കുമോ, അതുകൊണ്ട് അവന്റെ മുമ്പിലേക്ക് പോകാൻ ഞങ്ങൾക്കൊരു ഭയമുണ്ട് റബ്ബേ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുന്ന സാഹചര്യം ഖുർആനിൽ നമുക്ക് കാണാം. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് പറയുന്ന നമുക്ക് കാണാം, ഖാല ലാ തഖാഫാ, ഖാല ലാ തഖാഫാ, നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടേണ്ടതില്ല. എന്നിട്ട് എന്താ അല്ലാഹു പറയുന്നത്, ഇന്നനീ മഅകുമാ അസ്മഉ വ അറാ, ഇന്നനീ, ഞാനുണ്ട്, മഅകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഞാനുണ്ട്, അസ്മഉ, നിങ്ങൾ കേൾക്കുന്നവനായിക്കൊണ്ട്, വ അറാ, നിങ്ങളെ കാണുന്നവനായിക്കൊണ്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത് നമുക്ക് കാണാം. അപ്പൊ പ്രിയമുള്ളവരെ, അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഉറച്ച വിശ്വാസത്തോടുകൂടി ഫിർഔനിന്റെ മുമ്പിലേക്ക് പിന്നീട് കടന്നു പോകുന്നതൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചത്. അതേ മൂസാ നബിയുടെ മറ്റൊരു ചരിത്രം നമുക്ക് കാണാം. മൂസാ നബി ചില ആളുകൾ, മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകളുമായി കൊണ്ട് ഫിർഔനിന്റെ അടുക്കൽ നിന്ന് മറ്റൊരു ദേശത്തേക്ക് അവർ പലായനം ചെയ്തുകൊണ്ട് ഓടിപ്പോകുന്ന ഒരു സാഹചര്യം ഖുർആനിൽ നമുക്ക് കാണാം. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഫിർഔനിന്റെ പരിചാരകരും അതുപോലെ തന്നെ വലിയ ഒരു സംഘം തന്നെ ഇവരെ കൊല്ലുവാൻ വേണ്ടി പിന്നാലെ വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് മൂസാ നബിയുടെ കൂടെയുള്ള അല്ലാഹുവിൽ വിശ്വസിച്ച ഒരു സംഘം മുന്നിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചങ്ങോട്ട് എത്തുമ്പോ അവർ കാണുന്നത് എന്താണ്, മുന്നിൽ ഇതാ ചെങ്കടലാണ്. അങ്ങോട്ടിനി മുന്നോട്ടു പോകാൻ ഒരു മാർഗമില്ല, ഒരു വഴിയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ അവരെത്തുകയാണ്. മുന്നിലാണെങ്കിൽ ചെങ്കടലാണ്, പിന്നിലതാ ഫിർഔനിന്റെ ആളുകളാണ് വധിക്കുവാൻ വരികയാണ്. ആ സമയത്ത് മൂസാ നബിയുടെ കൂടെയുണ്ടായിരുന്ന ആളുകൾ മൂസാ നബിയോട് പറയുന്ന ഒരു വാക്യം നമുക്ക് കാണാം, ഫലമ്മാ തറാ അൽ ജമഅൻ, രണ്ട് സംഘം കൂടി കൂട്ടുമുട്ടിയ, പരസ്പരം കണ്ട ആ ഒരു സന്ദർഭം. ആ സമയത്ത് പറയാണ്, ഖാല അസ്ഹാബു മൂസാ, മൂസാ നബിയുടെ കൂടെയുണ്ടായിരുന്ന ആളുകൾ മൂസാ നബിയോട് പറയാണ്, ഇന്നാ ലമുദ്റകൂൻ, അല്ലയോ മൂസ, നമ്മളിതാ പിടിക്കപ്പെടാൻ പോകുകയാണ്, അവരിതാ നമ്മളെ വധിക്കപ്പെടാൻ പോകുകയാണ്, ഇനി നമുക്ക് മുന്നിലേക്ക് ഒരു മാർഗമില്ല, നമ്മളിതാ തീർന്നു മൂസ എന്ന് ആ സംഘം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുമ്പോ അവിടെ മധുരമുള്ള ഒരു വാക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്നത് നമുക്ക് കാണാം, ഖാല കല്ലാ,
മൂസാ നബി പറയാണ്, ഒറ്റടിക്ക് പറയാണ് ഒരിക്കലുമില്ല. മൂസാ നബി അവരോട് പറയുന്നത് കല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, ഇന്ന നിശ്ചയമായും മഅയ റബ്ബീ എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ എനിക്ക് വഴി കാണിക്കാൻ, എനിക്ക് മാർഗനിർദ്ദേശം നൽകാൻ എന്റെ റബ്ബിന്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം. അതാണ് കല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സംഘത്തോട് പറയുന്നത് നമുക്ക് കാണാം. പിന്നീട് എന്താണ് സംഭവിച്ചത്? ആ ചെങ്കടൽ അത് രണ്ടായി പിളരുകയും അതിലൂടെ അവർ രക്ഷപ്പെട്ട ചരിത്രമെല്ലാം നമ്മൾ കേൾക്കുന്നതാണ്. സൂറത്തു ത്വലാഖിന്റെ വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അവിടെയും നമുക്ക് കാണാം വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. നമ്മൾ ഒരുപാട് പഠിച്ച ആയത്താണ്. ആരാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അവർക്കൊരു പോംവഴി, ഇതുവരെ ഒന്നുമില്ലാത്ത അല്ലെ, അവരൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് അല്ലാഹുവിൽ തവക്കുൽ അർപ്പിച്ചതോടുകൂടി സംരക്ഷകനായിക്കൊണ്ട്, താങ്ങായിക്കൊണ്ട്, തണലായിക്കൊണ്ട് എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എന്നെ കൈവിടില്ല എന്നുള്ള ഒരു വിശ്വാസം വന്നതോടുകൂടി അവിടെ നിന്ന് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു ഒരു പോംവഴി ആളുകൾക്ക് വേണ്ടി അവിടെ തുറന്നു കൊടുക്കുമെന്നാണ് വിശ്വസിക്കുന്ന മുത്തഖീങ്ങളായ ആളുകൾക്ക് വേണ്ടി അല്ലാഹു ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത് നമുക്ക് കാണാം. പ്രവാചകന്മാരുടെ അമ്പിയാക്കളുടെ ചരിത്രത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരുപാട് സംരക്ഷണത്തിന്റെ കഥകൾ, ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അതാ അമ്പിയാക്കന്മാർക്കും സ്വഹാബികൾക്കും മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലും അത്തരത്തിലുള്ള സഹായങ്ങൾ നമുക്കും ലഭിക്കും. അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും? അല്ലാഹു പറഞ്ഞ, അല്ലാഹു വാഗ്ദാനം ചെയ്ത, മുത്തഖീങ്ങളായ ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്ത ആ സന്മാർഗം, ആ തുറന്നുള്ള സംരക്ഷണം അത് നമുക്കും ലഭിക്കുമെന്നുള്ളത് സത്യമാണ്. അതെങ്ങനെയാണ് പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുക? ഒന്നാമതായിക്കൊണ്ട് നമുക്ക് വേണ്ടത് കലർപ്പില്ലാത്ത തൗഹീദ്, കലർപ്പില്ലാത്ത വിശ്വാസമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചെറുതായിരുന്നപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാം. യാ ഗുലാം, അല്ലയോ കുട്ടി, ഇന്നി ഉഅല്ലിമുക കലിമാത്, ഞാൻ ചിലത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ പ്രവാചകരെ പഠിപ്പിച്ചതായോ? എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന വാചകങ്ങൾ, പ്രിയമുള്ളവരെ, നമ്മൾ നമ്മളുടെ മനോനുകരങ്ങളിലേക്ക് എടുക്കേണ്ടതാണ്. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? ഇഹ്ഫളില്ലാഹ യഹ്ഫളുക്, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, ആ അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ നീ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, അവനെ തഖ്വയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഇഹ്ഫളില്ലാഹ യഹ്ഫളുക്, അല്ലാഹു നിന്നെ സംരക്ഷിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇദാ സഅൽത, നീ ചോദിക്കുകയാണെങ്കിൽ ഫസ്അലില്ലാഹ്, അല്ലാഹുവിനോട് ചോദിക്കുക. നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നീ ചോദിക്കുകയാണെങ്കിൽ നിന്റെ റബ്ബിനോട് നീ ചോദിക്കുക. വഇദാ ഇസ്തഅൻത, ഇനി നീ സഹായം ചോദിക്കുകയാണെങ്കിൽ, സഹായത്തേട്ടത്തിന് അർപ്പിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന നമുക്ക് കാണാം. കലർപ്പില്ലാത്ത വിശ്വാസമാണത്. അല്ലാഹു മാത്രമാണ്, ലാ ഇലാഹ ഇല്ല, അല്ലേ, അവനല്ലാതെ ഒരു ആരാധനക്കർഹനില്ല, അവനോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. മുൻഗാമികളായ സ്വഹാബികളുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം, അവർ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് പോലും അല്ലാഹുവിനോട് അവർ പറഞ്ഞിരുന്നു. അവരുടെ ചെരുപ്പിന്റെ വാറു പൊട്ടിയാൽ പോലും അവർ അല്ലാഹുവിനോട് പറഞ്ഞിരുന്നു. എന്താണ്? അല്ലാഹുമായുള്ള ആ ഒരു ബന്ധം, ആ ഒരു മുനാജാത്ത്, എന്റെ റബ്ബുമായുള്ള ആ ഒരു ബന്ധം, ആ പറയൽ, ആ സംസാരം അതെനിക്ക് നിലനിർത്തണം എന്നുള്ള ആ ഒരു ഇഷ്ടത്തോടുകൂടി എന്തു ചെറിയ കാര്യങ്ങളായാൽ പോലും അവർ അല്ലാഹുവിനോട് പറഞ്ഞിരുന്നു എന്ന് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടത് അല്ലാഹുവിന്റെ സംരക്ഷണമാണോ, അല്ലാഹുവിന്റെ തണലാണോ, നമ്മുടെ ജീവിതത്തിൽ ബർക്കത്താണോ നമുക്ക് വേണ്ടത്? ആദ്യം നമുക്ക് ബാധ്യതയായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് കലർപ്പില്ലാത്ത വിശ്വാസം, തൗഹീദ്, അടിയുറച്ച തൗഹീദിൽ നിലകൊള്ളുക എന്നുള്ളത്. രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്കൊരു പ്രവാചകന്റെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഏത് പ്രതിസന്ധികളിലും ഏത് പ്രയാസങ്ങളിലും നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, നമുക്ക് നമ്മളുടെ പ്രയാസങ്ങൾ അത് മുന്നോട്ട് വെക്കുവാനുള്ളത് അത് അള്ളാഹുവിന്റെ മുമ്പിലേക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാം. ഇല്ലാ തൻസറൂഹു ഫഖദ് നസറഹുല്ലാഹു ഇദ് അഖ്റജഹു الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا. രണ്ടാളുകളുടെ ഒരു ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് ആ ചരിത്രം? രണ്ടാളുകൾ സൗർഗുഹയിൽ ഒളിച്ചിരിക്കുന്ന, സംരക്ഷണത്തിന് വേണ്ടി സൗർഗുഹയിൽ ഇരിക്കുന്ന രണ്ടാളുകൾ. ഒന്ന് മഹാനായ പ്രവാചകനാണ്, ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. രണ്ടുപേരും സൗർഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. ആ സമയത്ത് സൗർഗുഹയുടെ മുഖം അത് ഒരു ചിലന്തി വന്നുകൊണ്ട് ആ ചിലന്തിയുടെ വല കൊണ്ട് അത് മൂടിക്കെട്ടിയിട്ടുണ്ട്. എന്നാൽ പുറത്താകട്ടെ ശത്രുക്കളുടെ കാലടികളുടെ ശബ്ദം അവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു പേടി. എന്താണ് പേടി? എന്റെ കാലും കയ്യും പോകുമോ എന്നുള്ള പേടിയല്ല, അവരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ, എന്താണ് ഓർഡർ? കണ്ടു കഴിഞ്ഞാൽ തലയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഓർഡർ. അപ്പോ ആ ശത്രുക്കളെങ്ങാനും എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്റെ തല പോകുമോ എന്നുള്ളതല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേടി. മറിച്ച് എന്താണ് അദ്ദേഹത്തിനുള്ള പ്രയാസം, എന്താണ് അദ്ദേഹത്തിനുള്ള ദുഃഖം? എന്റെ കൂടെയുള്ളത് എന്റെ പ്രവാചകനാണ്. അവരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ എന്റെ പ്രവാചകൻ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമോ എന്നുള്ള ദുഃഖമാണ്. ആ ദുഃഖത്തിൽ ബേജാറാവാൻ തുടങ്ങി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തവക്കുലിന്റെ വലിയ ഒരു അധ്യാപനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്ന നമുക്ക് കാണാം. റസൂലുള്ളാഹി പറയാണ്, മാ ظنك يا ابا بكر, അല്ലയോ അബൂബക്കറെ, നീ വിചാരിക്കുകയാണോ ഈ ഗുഹക്കകത്ത് ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമാണ് എന്നാണോ നീ വിചാരിക്കുന്നത്? അല്ലാഹു സാലിസഹുമാ, നമ്മളുടെ കൂടെ മൂന്നാമനായിക്കൊണ്ട് അബൂബക്കർ അല്ലാഹു ഉണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന സാഹചര്യം ഏതാണ്? സൗർഗയിൽ ഒളിച്ചിരിക്കുന്ന മുമ്പിലിതാ ശത്രുക്കളുടെ കാലടിപ്പാടുകൾ, ആ ശത്രുക്കളുടെ കാലുകൾ അവർക്ക് കാണാവുന്ന സാഹചര്യത്തിൽ ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ തല പോകുന്ന ഒരു സാഹചര്യത്തിലാണ് റസൂലുള്ളാഹി പറയുന്നത് അല്ലാഹു സാലിസഹുമാ, മൂന്നാമനായി കൊണ്ട് അല്ലാഹു ഉണ്ട് അബൂബക്കർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രത്തെ വിശദീകരിച്ചുകൊണ്ട് ഖുർആനിൽ പറയുന്നത്. രണ്ടാളുകൾ ഇത് യഖൂലു ലിസാഹിബിഹി, അപ്പോൾ അവന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ പേടിക്കേണ്ടതില്ല, നീ ഭയപ്പെടേണ്ടതില്ല, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മളുടെ കൂടെയുണ്ട് എന്ന് അവന്റെ കൂട്ടുകാരനോട് പറഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ കുറിച്ച് ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാം. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടത് അടിയുറച്ച തവക്കുലാണ്. ഏത് സാഹചര്യങ്ങളിലും ഏത് പ്രയാസങ്ങളിലും നമുക്ക് കലർപ്പില്ലാത്ത വിശ്വാസം വന്നു കഴിഞ്ഞാൽ രണ്ടാമതായിക്കൊണ്ട് നമ്മൾ ഉൾക്കൊണ്ടേണ്ടത് ഏത് സാഹചര്യത്തിലും നമ്മളുടെ കൂടെ നമ്മളുടെ റബ്ബുണ്ട് എന്നുള്ള വിശ്വാസം. പ്രിയമുള്ളവരെ, അത് നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. മൂന്നാമത് നമുക്ക് വേണ്ടത് തഖ്വയോടുകൂടി നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. സൂക്ഷ്മതയോടുകൂടി നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സൂക്ഷ്മതയോടുകൂടി അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അത് നമുക്ക് സാധിക്കുന്നത്രത്തോളം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിലേക്ക് ബറക്കാത്തുകൾ കടന്നു വരുന്നത്. അപ്പോഴാണ് ബറക്കത്തിന്റെ വലിയ പുഴ ഒരു മനുഷ്യന് വേണ്ടി അല്ലാഹു ഒഴുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു പറയുന്നത് നമുക്ക് കാണാം, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളുടെ കൂടെയാണ് അല്ലാഹു എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കൽപ്പനകൾ അത് പാലിച്ചുകൊണ്ട് അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ സൽക്കർമ്മങ്ങളായി മുന്നേറുന്ന തഖ്വയുള്ള ആളുകളുടെ കൂടെയാണ് അല്ലാഹു ഉള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, മഹാനായ പണ്ഡിതൻ സദാത റഹ്മഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാം, മൻ യത്തഖില്ല, ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ യകുൻ മഅഹു, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളുടെ കൂടെ അല്ലാഹു ഉണ്ടാകും. വമൻ യകുനില്ലാഹു മഅഹു, എന്നാൽ ആരുടെ കൂടെയാണോ അല്ലാഹു ഉള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം ഫമഅഹുൽ ഫിഅത്തുൽ ലതീ ലാ തുഗ്ലബ്,
ഒരിക്കലും തോൽപ്പിക്കാനാവാത്ത ഒരു ശക്തി അവന്റെ കൂടെ ഉണ്ടാകും. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൂടെ മരണം വരേക്കും ഒരു കാവൽക്കാരൻ ഉണ്ടാകും. എങ്ങനെയുള്ള കാവൽക്കാരൻ? അല്ലദീ ലാ യനാം, ഒരിക്കലും ഉറങ്ങാത്ത ഒരു കാവൽക്കാരൻ. വൽഹാദിൽ ലദീ ലാ യദിൽ, ഒരിക്കലും അതുപോലെ തന്നെ അവന്റെ കൂടെ ഒരു മാർഗ നിർദ്ദേശകൻ ഉണ്ടാകും. നേരായ പാതയിലേക്ക് അവനെ നയിക്കുന്ന ഒരാൾ അവന്റെ കൂടെ ഉണ്ടാകും. ഒരിക്കലും അവനെ വഴിതെറ്റിക്കാത്ത, അതാണ് അല്ലാഹു. പ്രിയമുള്ളവരെ, അങ്ങനെ തഖ്വയോടുകൂടി മുന്നേറിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ അത് ഏറെയാണ്. അങ്ങനെ തഖ്വയോടുകൂടി ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന്, നമ്മളുടെ സങ്കടങ്ങളും നമ്മളുടെ പ്രയാസങ്ങളും അത് നമ്മൾ പറയേണ്ടത് നമ്മുടെ റബ്ബിന്റെ മുമ്പിലാണ്. ഫഫിറൂ ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന ആ വാക്ക് തന്നെ അങ്ങനെയാണ്. നമ്മളൊക്കെ ചെറുപ്രായത്തിൽ നമുക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഓടിപ്പോയിക്കൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നത് നമ്മളുടെ ഉമ്മയാണ്, നമ്മളുടെ ഉപ്പയാണ്. അല്ലാഹു പറയുന്നത് ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടി വരൂ എന്നാണ്. ഫഫിറൂ എന്ന് പറഞ്ഞാൽ ഓടിവായോ എന്നാണ്. അല്ലാഹു പറയുന്നത് ഫഫിറൂ ഇലല്ലാഹ്, പ്രയാസങ്ങൾ ഉണ്ടാകും, ദുഃഖങ്ങൾ ഉണ്ടാകും, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടി വരൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാം. മഹാനായ പ്രവാചകൻ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിച്ചിരുന്ന നമുക്ക് കാണാം. എന്താണ് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം? ഒരു നാട്ടിലേക്ക് അദ്ദേഹത്തെ നിയോഗിക്കുകയും അവിടെ ചെന്നുകൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി ദഅവത്ത് നടത്തുകയും അവിടെയുള്ള ആളുകൾ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും, എന്നാൽ ആ ആളുകളൊക്കെ ഇദ്ദേഹത്തിൽ നിന്ന് തിരിഞ്ഞു പോവുകയാണ്. ഇദ്ദേഹത്തിന്റെ വാക്കിന് വില കൊടുക്കുന്നില്ല. അങ്ങനെ അവസാനം യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് വല്ലാത്ത മുഷിപ്പ് അനുഭവപ്പെട്ടു, വല്ലാത്ത പ്രയാസം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അങ്ങനെ അവസാനം അദ്ദേഹത്തിന് അത് മടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ അനുമതി ഇല്ലാതെ തന്നെ അദ്ദേഹം ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. ഇതൊന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി ആ നാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് അല്ലാഹു ഏൽപ്പിച്ച ആ ഒരു ദൗത്യം അത് അവിടെ ഇട്ടുകൊണ്ട്, അല്ലാഹുവിന്റെ ആ ദൗത്യം ഇട്ടുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മറ്റൊരു നാട്ടിലേക്ക് പോകുന്ന ചരിത്രം നമുക്ക് കാണാം. പിന്നീട് എന്താ സംഭവിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാം. ഫളന്ന അല്ലൻ നഖദിറ അലൈഹി, യൂനുസ് ഒരിക്കലും ചിന്തിച്ചില്ല അവനെ നാം പിടികൂടുമെന്ന്. യൂനുസ് ഒരിക്കലും ചിന്തിച്ചില്ല. പിന്നീട് എന്താ സംഭവിച്ചത്? ആ കടലിലേക്ക് വലിച്ചെറിയുന്നതും വലിയ ഒരു മത്സ്യം വന്ന് വിഴുങ്ങുന്നതും, എന്നിട്ട് കടലിനടിയിൽ ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വല്ലാത്തൊരു ഇരുട്ടിൽ അദ്ദേഹം കുടുങ്ങിപ്പോകാൻ. ആ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, ആ പ്രയാസഘട്ടത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിനോട്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, പടച്ച റബ്ബേ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. സുബ്ഹാനക, നീ എത്രയോ പരിശുദ്ധൻ. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, പടച്ച റബ്ബേ ഞാനാണ് അക്രമകാരികളിൽപ്പെട്ട ആളുകൾ എന്ന് പ്രാർത്ഥിക്കുന്നതോടുകൂടി ഒരിക്കലും രക്ഷപ്പെടാനാകാത്ത ഒരു സ്ഥലത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബിയെ തിരിച്ചെടുക്കുന്ന നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, നമ്മളുടെ പ്രയാസഘട്ടങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് നമ്മുടെ റബ്ബിനോടാണ്. നമ്മുടെ ദുഃഖ ഘട്ടങ്ങളിൽ, പ്രയാസങ്ങളിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും നമ്മളുടെ പ്രയാസങ്ങൾ ആദ്യം നമ്മൾ പങ്കുവെക്കേണ്ടതും അത് നമ്മളുടെ റബ്ബിനോടാണ് എന്ന് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ തഖ്വയോടുകൂടി പ്രിയമുള്ളവരെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ അവന്റെ സംരക്ഷണ വലയം എന്ന് പറയുന്നത് തന്നെ അവന്റെ പ്രാർത്ഥനകളാണ്, അല്ലെ? അവന്റെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളിലുമുള്ള അവന്റെ പ്രാർത്ഥനകൾ അവന്റെ ഒരു വലയമാണ്. ആ വലയത്തിലാണ് അവൻ ജീവിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടനവധി ദിക്റുകൾ നമുക്ക് പഠിപ്പിച്ചിരുന്നു നമുക്ക് കാണാം. പള്ളിയിലേക്ക് കയറുമ്പോ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ, വീട്ടിലേക്ക് കയറുമ്പോ, ചെരുപ്പ് ധരിക്കുമ്പോ, വസ്ത്രങ്ങൾ ധരിക്കുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, അങ്ങനെ തുടങ്ങി മുഴുവൻ മേഖലകളിലും, വാഹനത്തിൽ കയറുമ്പോ, ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോ, അങ്ങനെ തുടങ്ങി മുഴുവൻ മേഖലകളിലും പ്രാർത്ഥനകൾ കൊണ്ട് ഒരു സംരക്ഷണ വലയം, ആ കവചം അത് ഒരുക്കി വെച്ചിരിക്കുകയാണ് ഒരു മുഅ്മിനിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നത് നമുക്ക് കാണാം. മൻ ഖാല ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ആരാണോ പറയുന്നത് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, അല്ലാഹുവിന്റെ നാമം അത് സ്മരിക്കുന്നതോടുകൂടി ആകാശവാനലോകം, ഭൂമിയിലുള്ള മുഴുവൻ
എല്ലാത്തിൽ നിന്നുമുള്ള ശരണം, ഒന്നും തന്നെ ഇനി എന്നെ ഉപദ്രവിക്കില്ല എന്നുള്ള ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതോടുകൂടി ഒരു മനുഷ്യൻ രാവിലെ പ്രാർത്ഥിച്ചാൽ വൈകുന്നേരമാകും വരേക്കും അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണെന്നാണ്. വൈകുന്നേരം ഒരു മനുഷ്യൻ അത് പ്രാർത്ഥിച്ചാൽ രാവിലെ പിറ്റേ ദിവസം പ്രഭാതമാകും വരേക്കും ആ മനുഷ്യൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. അതുപോലെ തന്നെ രാത്രിയിൽ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, ഇദാ അവൈത ഇലാ ഫുറാശിക്, നിന്റെ വിരിപ്പിലേക്ക് നീ പോയി കഴിഞ്ഞാൽ, ഉറക്കത്തിന് വേണ്ടി നീ നടന്നു കഴിഞ്ഞാൽ നീ ഫഖറ ആയത്തുൽ ഖുർസി, ആയത്തുൽ ഖുർസി നിങ്ങൾ പാരായണം ചെയ്യണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങിയ ഹത്താ തഖ്തതിമൽ ആയ, ആ ആയത്ത് അവസാനിക്കുന്നത് വരേക്കും നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് നിങ്ങൾ അത് പാരായണം ചെയ്തു കൊള്ളുക. കാരണം എന്താണ്? ഫഇന്നക ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിള് വലാ യഖറബന്നക ശൈത്താൻ ഹത്താ തുസ്ബഹ്. പ്രഭാതമാകും വരേക്കും പിശാച് നിങ്ങളുടെ അടുത്തേക്ക് അടുക്കുക തന്നെയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ പിശാചിന്റെ ചെറുകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള ചെറുകളിൽ നിന്നുമൊക്കെ നമുക്ക് രക്ഷ ലഭിക്കുവാനുള്ള പ്രാർത്ഥനകൾ പ്രിയമുള്ളവരെ നമുക്ക് കാണാം. അപ്പൊ പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിൽ തവക്കുൽ അർപ്പിച്ചുകൊണ്ട് അടിയുറച്ച വിശ്വാസം, കലർപ്പില്ലാത്ത വിശ്വാസത്തോടുകൂടി ആ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ, സ്വഹാബികൾ, അവർക്ക് ലഭിച്ച അതേ തൗഫീഖ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് ജീവിതത്തിൽ തവക്കുൽ, അള്ളാഹുവിലുള്ള കലർപ്പില്ലാത്ത വിശ്വാസം, അത് കൊണ്ടു നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെയാണ് അള്ളാഹു. തഖ്വയുള്ള ആളുകളുടെ കൂടെയാണ് അള്ളാഹു. അവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ ബറക്കാത്തുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന പ്രയാസങ്ങൾ, മുസീബത്തുകൾ, അതിലൂടെ കഫറല്ലാഹു അൻഹു ബിഹാ, അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് വേണ്ടി പുറത്തു കൊടുക്കും. ഹത്താ അശൗഖതി യുശാഖുഹ, അവന്റെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും ആ മുള്ളു തറക്കുന്നതിന് നമ്മളൊരു വേദന അനുഭവിക്കുന്നുണ്ട്. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്ത തിന്മകൾ പുറത്തു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന മുഴുവൻ പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളിലൂടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഓരോ പാപങ്ങൾ അല്ലാഹുവിനെ മായ്ച്ചു കളയുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് അജബൽ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം എത്ര അത്ഭുതമാണ്. ആ മുഅ്മിൻ എന്ത് ചെയ്താലും അവൻ ഒരുപാട് പ്രതിഫലമാണ്. അവൻ ചിരിച്ചാൽ പ്രതിഫലമാണ്. അവൻ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നടന്നാൽ, അല്ലെ പള്ളിയിൽ കയറിയാൽ, ഇരുന്നാൽ, അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ, വീട്ടിലേക്ക് കയറിയാൽ, വീട്ടിലുള്ള ആളുകൾക്ക് തിന്നാൻ കൊടുത്താൽ, അല്ലെ അവർക്ക് വേണ്ടിയുള്ള ചെലവിനുള്ള ധനം കൊടുത്താൽ, മക്കളുമായി സഹവദിച്ചാൽ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ, ആ ബറക്കത്ത് എല്ലാ ഇടങ്ങളിലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലങ്ങൾ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി നൽകുകയാണ്. ഒരു ഹദീസ് നമുക്ക് കാണാം, ഇന്നക ലൻ തുൻഫിഖ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അവന്റെ വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി അവൻ ചെലവഴിച്ചു കഴിഞ്ഞാൽ അതിന് അല്ലാഹു അവനക്ക് ബർക്കത്ത് നൽകും. അവനക്ക് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നതാണ്. എത്രത്തോളമാണെന്ന് വെച്ചാൽ ഹത്താ മാ തജ്അലു ഫീ ഫമി ഇംറഅതിക, അങ്ങനെ നിങ്ങളുടെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾ വെച്ചു കൊടുത്താൽ അതിന് പോലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോ അതാണ് റസൂൽ പറയുന്നത് അജബൽ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. അവന്റെ ജീവിതത്തിൽ സമാധാനമാണ്, അവന്റെ ജീവിതത്തിൽ സംരക്ഷണമാണ്, അവന്റെ ജീവിതം ത്വയ്യിബാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. ഏത് നിമിഷങ്ങളിലും പ്രതിഫലമാണ്. അത്തരത്തിലുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ
തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമുക്ക് ഏറ്റവും നല്ല വിശ്വാസത്തോടുകൂടി കലർപ്പില്ലാതെ തഖ്വയോടുകൂടി ജീവിച്ചു മുന്നേറുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾക്കിടയിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ, ആ ആളുകളുടെ ഖബർ ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളും ഒരു ദിവസം ആ പള്ളിക്കാട്ടിലെ ഖബറിൽ ആരോരുമില്ലാതെ കിടക്കേണ്ട ആളുകളാണ്. നമ്മളുടെയും ബർസഖി ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല